ഹലോ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERPയിൽ ഒരു ഗുഡ്സ് റിസീപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസിൽ വരിക. ട്രാൻസാക്ഷൻസിൽ പർച്ചേസിൽ പോയിട്ട് ഗുഡ്സ് റിസീപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ നമ്മൾ സപ്ലയർ നെയിം എന്താണോ അതൊന്ന് സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ പുതിയൊരു സപ്ലയറിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം സപ്ലയറിൻ്റെ ഇൻവോയ്സ് നമ്പർ നമ്മളൊന്ന് പ്രൊവൈഡ് ചെയ്യുക. ഇനി ഓർഡർ നമ്പർ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഐറ്റംസ് ഒന്ന് സെർച്ച് ചെയ്ത് നമുക്കൊന്നില്ലെങ്കിൽ ബാർകോഡ് വെച്ചിട്ട് എടുക്കാം, അതല്ലെങ്കിൽ മാനുവലായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അതിനുശേഷം ഐറ്റം ക്വാണ്ടിറ്റി എത്രയാണോ അത് കൊടുക്കുക. നമ്മളിനി ഏത് യൂണിറ്റിലാണ് ഇടുന്നെങ്കിൽ അത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവ് ആൻഡ് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ആൻഡ് പ്രിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗുഡ്സ് റിസീപ്റ്റ് നമുക്ക് ജനറേറ്റ് ആയി കിട്ടും. നമ്മൾ മീതെ പോയാൽ നമുക്ക് ലിസ്റ്റ് ഗുഡ്സ് റിസീപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഗുഡ്സ് റിസീപ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ പർച്ചേസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ പർച്ചേസിലേക്ക് കൺവേർട്ട് ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് പെൻഡിങ് ആയിരിക്കും. അപ്പോൾ കൺവേർട്ട് പർച്ചേസ് കൊടുത്തു അതിനുശേഷം നമ്മൾ സേവ് ആൻഡ് പ്രിൻ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പർച്ചേസ് ഇൻവോയ്സ് നമുക്ക് ജനറേറ്റ് ആയി കിട്ടും. പിന്നെ നമ്മൾ ഗുഡ്സ് റെസിപ്റ്റിൻ്റെ ലിസ്റ്റിൽ വന്നിട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം സ്റ്റാറ്റസിൽ നമുക്ക് കൺവേർട്ടഡ് എന്നുള്ളത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗുഡ്സ് റെസിപ്റ്റിൽ വരുമ്പോൾ പറയാനുള്ളത്.